അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ധാരാളം ബുദ്ധിയുള്ള അടിമകളുണ്ട്. ആ അടിമകളുടെ കൂട്ടത്തിൽ വളരെ ദറജ കൂടിയ അടിമകളുണ്ട്. എന്താണ് ആ അടിമകളുടെ പ്രത്യേകത? എന്താണ്? ആ അടിമകൾ ദുനിയാവിനെ വെടിഞ്ഞുകൊണ്ട് ആഖിറത്തെ തിരഞ്ഞെടുത്തവരാണ്. ആ അടിമകളിൽ ധാരാളം ഈ ദുനിയാവ് ആഖിറം തിരഞ്ഞെടുത്തവരിൽ ധാരാളം തസ്തികയിലാണ് ഓരോരുത്തരുടെയും ദറജ. അതിൽ ഏറ്റവും വലിയ ദറജയാണ് കുത്തുബ് എന്ന ദറജ. ആ കുത്തുബുകളുടെ എല്ലാം നേതാവിന്റെ പേരാണ് കുത്തുബുൽ അഖ്താബ്. മഹാനവറുകൾ ഇൽമ പഠിക്കാൻ പോകുന്നതും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളെല്ലാം നമ്മളെല്ലാവരും കേട്ടതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എങ്കിലും അതിൽ നിന്നുള്ള കുറച്ച് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനവറുകൾ ഇൽമ പഠിക്കാൻ പോകുന്നതിന് വേണ്ടി അവിടുത്തെ ഉമ്മയായ ഫാത്തിമയോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഉമ്മ ഞാൻ ഇൽമ പഠിക്കാൻ പോകട്ടെ. അങ്ങനെ ഉമ്മ സമ്മതം നൽകുകയും മഹാനവറുകൾക്ക് പോകാനുള്ള ഒത്താശകളെല്ലാം ചെയ്തു കൊടുത്തു. ആ കൊടുക്കുന്ന സമയത്ത് ഉമ്മ ധാരാളം ഉപദേശങ്ങൾ കൊടുത്തിരുന്നു. ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഒന്നിങ്ങനെയായിരുന്നു, എന്ത് തന്നെ സംഭവിച്ചാലും കളവ് പറയരുത് മകനെ, എന്ത് പ്രശ്നം വന്നാലും കളവ് പറയരുത്. ആ ഉപദേശത്തെ മഹാനവറുകൾ ഉൾക്കൊള്ളുകയും അങ്ങനെ യാത്ര തുടരുകയും ചെയ്യുകയാണ്. അങ്ങനെ അതാ മഹാനവറുകൾ ഇൽമ പഠിക്കാൻ പോവുകയാണ്. അങ്ങനെ അതാ മഹാനവറുകൾ ഇൽമ പഠിക്കാൻ പോയി. ഒരു കാഫിലെ കൂട്ടത്തിൻ്റെ ഒരു കച്ചവട സംഘത്തിൻ്റെ കൂടെയാണ് മഹാനവറുകൾ ഇൽമ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ യാത്ര പോവുകയാണ്. യാത്ര പോയി വൈമധ്യേ കൊള്ളസംഘം അവരെ കവരുകയാണ്. അവരുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും കൊള്ളസംഘം കവർന്നു. ഈ കുട്ടിയോട് കയ്യിൽ എന്താണുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് പറയുകയാണ്, എൻ്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയങ്ങളുണ്ട്. ആ കള്ളൻ അത്ഭുതപ്പെടുകയാണ്. എൻ്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കള്ളനതാ അത്ഭുതപ്പെടുകയാണ്. ഇതങ്ങ് കേട്ട് കുറച്ചു നേരം സ്തംഭിച്ചു നിന്ന കള്ളൻ കൊള്ളയടി എല്ലാ സാധനങ്ങളും ആ ആളുകളിലേക്ക് തിരിച്ചു കൊടുത്ത് ആ കൊള്ളസംഘം കൂട്ടമായി ഇസ്ലാമിനെ സ്വീകരിക്കുകയും പിന്നീട് അവർ വലിയ വലിയ സ്ഥാനങ്ങളിലേക്കും മഹാന്മാരായിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇങ്ങനെ മഹാനവറുകളുടെ ജീവിതത്തിൽ നിന്ന് ധാരാളം നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. മഹാനവറുകൾ സത്യസന്ധതയുടെ ഉടമയായിരുന്നു എന്നാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ മഹാനവറുകൾ പിന്നീട് ഇൽമ പഠിക്കാൻ പോവുകയും ആ ഇൽമ പഠിച്ച് പ്രബോധനത്തിന്റെ ഗോതയിലേക്ക് ഇറങ്ങുകയും മഹാനവറുകളുടെ പ്രസംഗം കേട്ട് അവിടുത്തെ വാഴ്ന്ന് കേട്ടുകൊണ്ട് 12,000-ൽ പരം ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടമായി കടന്നു വരികയാണ്. മഹാനവറുകളുടെ ശിഷ്യൻ ഒരിക്കൽ മഹാനവറുകളുടെ അടുക്കൽ വന്നുകൊണ്ട് അതേ ഒരു കച്ചവട യാത്ര പോവുകയാണ്. മഹാനവറുകളുടെ അടുക്കൽ വന്നുകൊണ്ട് സമ്മതം ചോദിച്ചു. മഹാനവറുകൾ സമ്മതം കൊടുത്തു. ആ ശിഷ്യനും ഒരു കാഫിലായുടെ കൂടെയാണ് യാത്ര പോകുന്നത്. നാട്ടിലുള്ള ആളുകളുടെ കച്ചവട ചരക്കുമായിട്ടാണ് അവിടുന്ന് മഹാനവറുകളുടെ ശിഷ്യൻ യാത്ര പോകുന്നത്. അങ്ങനെ യാത്ര പോയി അതാ ഒരു വലിയ മരുഭൂമിയാണ്, വിശാലമായി പരന്ന് കിടക്കുന്ന മരുഭൂമിയാണ്. അവരുടെ മുന്നിൽ അതാ ഒരു വലിയ പടുങ്കോറ്റൻ മലയുമുണ്ട്. ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആ കാഫിലയിലുള്ള ആളുകൾ പറഞ്ഞു, നമ്മൾ ധാരാളം യാത്ര ചെയ്തതല്ലേ, നമുക്ക് ഇന്ന് ഇവിടെ വിശ്രമിക്കാം. അങ്ങനെ അവരവിടെ വിശ്രമിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവിടെ അവർ ഉറങ്ങുകയാണ്. ടെന്റുകളെല്ലാം അടിച്ച് അതിലെല്ലാവരും നല്ല സുഖനിദ്രയിലേക്ക് പോയി. ആ ഉറക്കിൽ നിന്ന് സുബഹിയോടടുത്ത സമയത്ത് അവർ എഴുന്നേറ്റപ്പോൾ ആ മഹാനവറുകളുടെ ശിഷ്യന്റെ 5 ഒട്ടകം ചരക്കുള്ളതായ ആ 5 ഒട്ടകത്തെ കാണാനില്ല. മഹാനവറുകളുടെ ശിഷ്യൻ ബേജാറായി. അതേ തൻ്റെ നാട്ടുകാരായ ആളുകളുടെ ചരക്കെടുത്തുകൊണ്ട് ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് അതിൻ്റെ പണം നാട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള. പക്ഷേ മഹാനവറുകളുടെ ചരക്കുള്ളതായ ആ 5 ഒട്ടകങ്ങളെയും കാണാനില്ല. കൂട്ടുകാരായ സഹയാത്രികരെല്ലാം ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾക്ക് തിരക്കുകളുണ്ടെന്ന് പറഞ്ഞ് അവർ യാത്രയായി. പക്ഷേ ഈ പരന്ന് കിടക്കുന്ന മരുഭൂമിയിൽ അതേ മഹാനവറുകളുടെ ശിഷ്യൻ ഭയന്ന് പോയി. എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഇനി എന്തായാലും ആ ഒട്ടകത്തെയും ചരക്ക് കിട്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. അങ്ങനെ മഹാനവറുകളുടെ ശിഷ്യൻ അവിടെ ഇങ്ങനെ തിരയുകയാണ്. പക്ഷേ ഫലം കണ്ടില്ല. സുബഹിയോടടുത്ത നല്ല സമയമാണ്. മുഖത്തോട് മുഖം കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു സമയമായ
ഓർമ്മയായപ്പോൾ മഹാനവറുകളുടെ ശിഷ്യന് ഓർമ്മയാവുകയാണ് തൻ്റെ ഉസ്താദായ മഹാനായ ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ്. മഹാനവറുകൾ അവിടെ നിന്ന് ഒരു ഉപദേശം മഹാനവറുകളോട് സമ്മതം ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചിരുന്നു. എന്ത് ആവശ്യമെന്നാലും എന്നോട് സഹായം ചോദിച്ചു കൊള്ളുകൊണ്ടു. അതേ ആ കാര്യം അപ്പോഴാണ് മഹാനവറുകൾക്ക് ഓർമ്മ വന്നത്. അങ്ങനെ യഥാ ഖുത്ബുൽ അഖ്താബ് തങ്ങളെ വിളിച്ചുകൊണ്ട് അവിടത്തോട് സഹായം ചോദിക്കുകയാണ്. ഈ സഹായം ചോദിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ വലിയ പടുങ്കൂറ്റൻ മലയുടെ മുകളിൽ നിന്ന് ഒരു വെള്ളവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ അവിടെ നിന്ന് അതേ മഹാനവറുകളുടെ ശിഷ്യനെ അങ്ങോട്ട് മാടി വിളിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ വിശാലമായ പരന്നു കിടക്കുന്ന ആരാരുമില്ലാത്ത മരുഭൂമിയിൽ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ മഹാനവറുകളുടെ ശിഷ്യന് വലിയ സന്തോഷമായി. അങ്ങനെ മഹാനവറുകളുടെ ശിഷ്യനതാ മലയുടെ വലിയ പടുങ്കൂറ്റൻ മലയുടെ അടുക്കലേക്ക് പോവുകയാണ്. അങ്ങനെ ആ മടുങ്കോറ്റൻ മലയുടെ അടിയിലെത്തിയപ്പോൾ മുകളിലേക്ക് കയറാൻ വഴി കാണുന്നില്ല. അങ്ങനെ മഹാനവറുകളുടെ ശിഷ്യൻ ആ മല ചുറ്റിക്കൊണ്ട് ഒരു കിടവയിലൂടെ മുകളിലേക്ക് എത്തി. ആ മുകളിലേക്ക് എത്തുന്ന സമയത്ത് അതാ സുബ്ഹാനല്ലാഹ് തന്നെ മാടി വിളിച്ച വെള്ളവസ്ത്രധാരിയായ ഒരാളെയും അവിടെ കാണുന്നില്ല. മഹാനവറുകൾക്ക് എന്താണ് സംഭവിച്ചു, ഞാൻ വല്ല സ്വപ്നം കണ്ടതാണോ എന്ന് കരുതിപ്പോയി. തന്നെ മാടി വിളിച്ച വെള്ളവസ്ത്രധാരിയായ ഒരാളെ തന്നെയും അവിടെ കാണുന്നില്ല. മഹാനവറുകൾ അവിടെയെല്ലാം അങ്ങനെ തെരഞ്ഞു, പക്ഷെ അവിടെ ആരെയും കണ്ടില്ല. അങ്ങനെ അതാ ആ മലയുടെ മുകളിലേക്ക് കയറി അവിടെയെല്ലാം ഇങ്ങനെ വിഷമത്തോടുകൂടി നടക്കുമ്പോൾ അൽഹംദുലില്ലാഹ് തൻ്റെ 5 ചരക്കുള്ളതായ ആ ഒട്ടകങ്ങളതാ അവിടെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. മഹാനവറുകൾ അപ്പോഴാണ് ഓർത്തത്, രാത്രി സമയത്ത് ഉറങ്ങുന്ന സമയത്ത് തൻ്റെ ഒട്ടകങ്ങളെ ബന്ധിച്ചിട്ടില്ല. രാത്രി സമയത്ത് ഒട്ടകങ്ങളെ ബന്ധിക്കാറില്ല. ആ സംഗതി അപ്പോഴാണ് മഹാനവറുകൾക്ക് ഓർമ്മ വന്നത്. ഇങ്ങനെ മഹാനവറുകളെ കൊണ്ട് എത്രയെത്ര ആളുകൾക്കാണ് ഉപകാരം ലഭിച്ചിട്ടുള്ളത്. മഹാനവറുകൾ കാരണം എത്രയെത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ഓരോ പ്രവൃത്തി കാരണമാണ് മഹാനവറുകൾക്ക് ഖുത്ബുൽ അഖ്താബ് എന്ന പദവി ലഭിക്കാൻ കാരണം. മുഅ്മിനീങ്ങളെ, മഹാനവറുകളുടെ ജീവിതം നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മഹാനവറുകൾ ജീവിതത്തിൽ ഒരൊറ്റ കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ഒരൊറ്റ കറാഹത്ത് പോലും മഹാനവറുകൾ ചെയ്തിട്ടില്ല. മഹാനവറുകൾ ഒരു ദിവസം 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമായിരുന്നു. നമ്മളെ കൊണ്ട് സാധിക്കുമോ? ദുഹറിന് മുമ്പും ശേഷവുമുള്ള 4 റക്അത്ത് നിസ്കരിക്കാൻ വരെ നമുക്ക് മടിയാണ്. എന്നിട്ടാണ് മഹാനവറുകളെ പോലെ 1000 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതുപോലെ മഹാനവറുകളുടെ ജീവിതത്തിൽ നിന്ന് ധാരാളം ഇൽമു നമുക്ക് പഠിക്കാനുണ്ട്. അവിടുത്തെ ജീവിതം മുഴുവൻ നമുക്ക് മാതൃകയാണ്. അവിടുത്തെ ഒന്നുപോലും നമുക്ക് പഠിക്കേണ്ടാത്തതില്ല. മഹാനവറുകൾ ഒരു ദിവസം 40 ഖത്മ് തീർക്കും. റമദാനിൽ പോലും ഒരു ഖത്മ് തീർക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. മഹാനവറുകൾ നോക്കും മുഅ്മിനീങ്ങളെ, 40 ഖത്മാണ് ഒരു ദിവസം മഹാനവറുകൾ തീർക്കുന്നത്. മഹാനവറുകൾ ഒരു ദിവസം 1000 അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളാണത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധപ്പെട്ട നാമമാണ് അത്. ഒരു പ്രാവശ്യം നാം നമ്മുടെ ജീവിതത്തിൽ ചൊല്ലുന്നുണ്ടോ? ഒരു ദിവസം നാം ചൊല്ലുന്നുണ്ടോ? ഇല്ല. പക്ഷേ മഹാനവറുകളതാ ഒരു ദിവസം 1000 അസ്മാഉൽ ഹുസ്നയാണ് ചൊല്ലുന്നത്. ഇങ്ങനെ മഹാനവറുകളുടെ ജീവിതത്തിൽ എത്രയെത്ര നല്ല കാര്യങ്ങളാണ്. അതെല്ലാം നമുക്ക് പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ മഹാനവറുകളെ കുറിച്ച് ധാരാളം പറയാനുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മഹാനവറുകളുടെ ജീവിതത്തിൽ മഹാനവറുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവരുടെ ജീവിതത്തിൽ തർബിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മഹാനവറുകളുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടു കൂടി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.